കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതിൻ്റെ എല്ലാ സൂചനകളും നമുക്ക് ലഭ്യമായി. എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ വളരെ ആവേശത്തോടെ തന്നെ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും തവണ വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ മാറ്റമുണ്ടാവും. ഒരു മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തോട് തന്നെ വിജയിക്കുവാനാണ് സാധ്യത. മറ്റു പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ, എല്ലാ തവണയും ഉണ്ടാവുന്ന പെട്ടെന്ന് തന്നെ മാറ്റാനോ പെട്ടെന്ന് സംവിധാനം ഉണ്ടാവുമല്ലോ, അതൊന്നൊരു പ്രശ്നമില്ല. പക്ഷെ 5 മണിക്ക് മുമ്പ് തന്നെ ഒറ്റമിട്ട വോട്ടർമാർ വോട്ട് ചെയ്യും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ വലിയ പ്രചരണം നടന്നതാണല്ലോ തെരഞ്ഞെടുപ്പിൽ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത് പോളിംഗ് ശതമാനത്തെ കൂട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ SIR കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പോളിംഗ് ആയതുകൊണ്ട് തന്നെ മലപ്പുറമുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം പ്രവാസികളായ വോട്ടർമാർക്ക് കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് മലപ്പുറം ജില്ലയിൽ നല്ല രീതിയിൽ അനുഭവപ്പെടും. അത് വലിയ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രവാസികളുടെ കുറവ് ഒരു 10 മുതൽ 10% അല്ലെങ്കിൽ 10% വരുന്ന വോട്ടിങ്ങിനെ ബാധിക്കാൻ സാധ്യതയാണ്. അങ്ങനെ പലർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അത് നേരത്തെ വന്ന ആളുകളാണ് ഇപ്പോൾ പ്രവാസികളായിട്ട് വരുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, തിരൂരിൽ ഞങ്ങളുടെ പ്രതിഷേധം വർഷങ്ങളായി തിരൂരിൻ്റെ പിന്നോക്ക് പോക്കുള്ള പ്രതിഷേധം അത് രേഖപ്പെടുത്തും. കേരളത്തിൽ പൊതുവെ പ്രതിപക്ഷ പാർട്ടികളുടെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ നയപരമായ ഒരു കാര്യമോ അല്ല അവർ മുന്നോട്ട് പോകുന്നത്. വികസന കാര്യം തന്നെ ചർച്ച ചെയ്യാൻ പോലും പലപ്പോഴും അത് തയ്യാറായി. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ രാഷ്ട്രീയം ആയിട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇവരാരും ചർച്ച ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെയും കണ്ടു. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകാനാണ് പ്രതിപക്ഷ കക്ഷികൾ കേരളത്തിൽ ശ്രമിക്കുന്നത്. അത് വലിയ തിരിച്ചടിയാണ്. പക്ഷേ തിരൂര് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ വലിയ അപവാദ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ വലിയ രീതിയിൽ നടന്നു. അത് തന്നെ ഒരു ട്രെയിൻഡ് ഗ്രൂപ്പ്, പരിശീലനം ലഭിച്ച ഒരു ഗ്രൂപ്പുമാതിരിയാണ് അവർ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നാടിൻ്റെ വികസനം, ഞങ്ങളുടെ നാടിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം Subscribe to One India and never miss an update.